ഹലോ ഗൈസ്, മൗനരാഗത്തിൻ്റെ പുതിയ എപ്പിസോഡ് റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ രാഹുൽ പറയുവാണ്, മനുവെന്ന് ഞങ്ങൾ സ്നേഹത്തോടെ വിളിക്കുന്ന അവൻ്റെ പെറ്റ് നെയിമാന്ന് പറയുവാണ് കേട്ടോ. അത് കഴിയുമ്പോഴത്തേക്കും മനോഹർ പറയുന്നുണ്ട്, സാരമില്ല, ചടങ്ങ് നമുക്ക് റിസപ്ഷൻ ഗംഭീരമാക്കാമെന്ന് പറയുമ്പോഴേക്കും ബോംബെ നടത്തിയാലോ എന്ന് ഞാൻ ഓർക്കുന്നതെന്ന് പറയുമ്പോൾ രാഹുൽ പറയുന്നുണ്ട്, ബോംബെ ആക്കണ്ട, കൽക്കട്ട ആക്കാം, അവിടെ ആകുമ്പോൾ നിനക്ക് സ്വന്തമായിട്ട് കൺവെൻഷൻ സെൻറ്റർ ഉണ്ടല്ലോ എന്ന് പറയുവാണ് കേട്ടോ. അപ്പോൾ ചെറുതായിട്ട് മനോഹറിന് ദേഷ്യം വരുന്നുണ്ടെങ്കിലും അങ്ങ് അഡ്ജസ്റ്റ് ചെയ്ത് നിൽക്കുവാണ്. രാഹുൽ പറയുന്നതൊക്കെ കേട്ടേ. അതെ അതെ. അത് കഴിയുമ്പോൾ എല്ലാവരും പോയി കഴിയുമ്പോൾ രാഹുലിനോട് പറയുന്നുണ്ട്, ആരെങ്കിലും വന്നു കഴിഞ്ഞാൽ നിങ്ങളത് ശ്രദ്ധിച്ചോണോ, നിങ്ങളുടെ ഉത്തരവാദിത്തമെന്ന് പറഞ്ഞിട്ട് അകത്തോട്ട് കയറി പോവാണ് കേട്ടോ. ആ സമയത്ത് വിമല അകത്ത് ചെന്നിട്ട് നിഷയോട് പറയുക, മോൻ വന്നിട്ടുണ്ട്, കല്യാണ ഡ്രസ്സിൽ കാണാൻ നല്ല ഭംഗിയായിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞു കൊടുക്കുവാണ് കേട്ടോ. എന്നിട്ട് നിഷയോട് പറയുന്നുണ്ട്, അമ്മാവൻ മരിച്ചിട്ടും മോളയോടുള്ള ഇഷ്ടം കൊണ്ട് മാത്രമല്ലേ മോൻ കല്യാണത്തിന് സമ്മതിച്ചത്, അതുകൊണ്ട് നമുക്ക് ഒരുപാട് നിർബന്ധിക്കാനൊന്നും പറ്റില്ലല്ലോ, അല്ലെങ്കിൽ കുറച്ചുകൂടെ ആഘോഷമാക്കാമായിരുന്നു എന്നൊക്കെ പറയുവാണ്. പിന്നെ കാണിക്കുന്നത് മനോഹര ഫ്രണ്ട്സിനോട് പറയുകയാണ്, ഇതെങ്ങനെയും ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തേക്കണം എന്ന് പറയുമ്പോൾ അവർ പറയുന്നുണ്ട്, ക്യാഷിൻ്റെ കാര്യമെന്ന് ചോദിക്കും. മനോഹർ പറയുന്നുണ്ട്, ക്യാഷ് സെറ്റാക്കാം, ഞാൻ ആ സരയുൻ്റെ ഒരു 2-3 ജോഡി കമ്മൽ അടിച്ചു മാറ്റിയിട്ടുണ്ട്, അത് ഏതെങ്കിലും ഒരെണ്ണം വിൽക്കുമോ, പണയം വെക്കുകയോ ചെയ്യുക, അവളിതൊന്നും അറിയത്തില്ല, കുറേ ഉള്ളതുകൊണ്ട് 1-2 പോയി കഴിഞ്ഞാൽ ശ്രദ്ധിക്കത്തൊന്നുമില്ല എന്ന് പറയുവാണ് കേട്ടോ. അത് കഴിഞ്ഞ് അവരിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് വെളിയിലെ കല്യാണിയും മേഘനയും കൂടെ വരുവാണ്. അത് നമ്മുടെ രാഹുൽ കാണുന്നുണ്ട് കേട്ടോ. രാഹുൽ പെട്ടെന്ന് ഇവരെ കണ്ടിട്ട് ഓടി അകത്തോട്ട് വരുവാണ്. ആ സമയത്ത് ഫ്രണ്ട്സ് പറയുവാണ്, എടാ നീ പണ്ട് വർഷത്തിലൊരു കല്യാണം കഴിച്ചുകൊണ്ടിരുന്ന, ഇപ്പം ബഡ്ജറ്റൊക്കെ തെറ്റി, ഇനി പഴയതുപോലെ ആയാലേ ശരിയാവുള്ളൂ എന്നൊക്കെ പറയുമ്പം രാഹുൽ പെട്ടെന്ന് വന്നിട്ട് പറയാം, അവർ വന്നിട്ടുണ്ടെന്ന് പറയുമ്പോഴേക്കും ഇത് കേട്ട് മനോഹർ ആകെ ടെൻഷൻ ആവുകയാണ് കേട്ടോ. അപ്പോൾ ശിവദാസൻ അങ്ങ് വരുമ്പോഴേക്കും ടെൻഷൻ കണ്ടിട്ട് ചോദിക്കും, എന്ത് പറ്റിയെന്ന് ചോദിക്കുമ്പോൾ രാഹുൽ പറയും, അവന് എന്തോ വാഷ്റൂമിനൊന്ന് പോകണമെന്നാണ് പറഞ്ഞ്, ബാത്റൂം വരെ ഒന്ന് പോകാൻ വേണ്ടിയിട്ടാണ്, ബാത്റൂം എവിടെയെന്ന് ചോദിക്കുമ്പോൾ പുറത്തുണ്ടെന്ന് പറയുകയാണ് കേട്ടോ. അപ്പോൾ രാഹുൽ പറയാം, പുറത്തോട്ട് ഇറങ്ങണ്ട, ഒരു നല്ല കാര്യത്തിനകത്തോട്ട് വന്നിട്ട് പുറത്തോട്ട് ഇറങ്ങുന്ന മോശമല്ലേ എന്ന് പറയുമ്പം ശിവദാസൻ പറയാം, എന്നാൽ അകത്ത് വേറെ ഒരെണ്ണമുണ്ട് ചെറുതാ, അവിടെ പൊക്കോളാൻ പറയുവാണ്. എന്നിട്ട് ശിവദാസനോട് പറയുന്നുണ്ട്, തൻ്റെ മോള് വന്നിട്ടുണ്ടല്ലോടോ കല്യാണിയുടെ കൂടെ എന്ന് പറയുവാണ് കേട്ടോ. അത് കഴിഞ്ഞ് മാക്സിമം അവരെ പറഞ്ഞു വിടാൻ വേണ്ടിയിട്ട് ശിവദാസൻ രാഹുൽ ശ്രമിക്കുന്നുണ്ടെങ്കിലും ശിവദാസൻ പറയാം, അവൾ വരട്ടെ, സ്വന്തം അനിയത്തിയുടെ വിവാഹമല്ലേ, അവൾക്കും ആഗ്രഹമില്ലേ എന്നൊക്കെ ചോദിക്കുവാണ്. കല്യാണി പറയുകയാണ്, നീ ടെൻഷൻ അടിക്കേണ്ട, വാ എന്ന് പറയുമ്പോൾ രാഹുൽ എന്നിട്ട് പറയുകയാണ്, ശിവദാസൻ്റെ ഭാര്യയ്ക്കും അവൾക്കൊന്നും ഇഷ്ടമല്ല, നിങ്ങൾ ഇവിടുന്ന് പോ, എന്നെ ഇവിടെ ഇൻവൈറ്റ് ചെയ്തിട്ട് വന്നത്, നിന്നെ ഒന്നും ഇൻവൈറ്റ് ചെയ്തിട്ടല്ലല്ലോ നീയൊക്കെ ഇവിടെ നിൽക്കുന്നതെന്നൊക്കെ ചോദിക്കുവാണ് കേട്ടോ. അപ്പോഴത്തേക്കും കല്യാണി പറയുന്നുണ്ട്, എന്തായാലും ഇവിടെ വരെ വന്ന സ്ഥിതിക്ക് കൂടിയിട്ടേ പോകുന്നുള്ളൂ, പിന്നെ താനിവിടെ വന്ന സ്ഥിതിക്ക് ഈ ഹാളൊക്കെ കണ്ടുവച്ചു, മിക്കവാറും മോള് പ്രസവിച്ചാലും ഒരു രണ്ടാനച്ഛനെ കണ്ടുപിടിക്കേണ്ട അവസ്ഥ വരും എന്നൊക്കെ പറയുവാണ് കേട്ടോ. അത് കഴിയുമ്പോഴത്തേക്കും രാഹുൽ ഇതൊക്കെ കേട്ട് ദേഷ്യപ്പെട്ടങ്ങ് പോകാൻ നേരത്ത് ചോദിക്കും, അസുഖമൊക്കെ എങ്ങനെ ഉണ്ടെന്ന് കല്യാണി ചോദിക്കുമ്പോൾ ദേഷ്യം വന്നിട്ട് രാഹുൽ പറയാം, അസുഖം നിൻ്റെ അച്ഛനില്ലേ പ്രകാശന്, അവനാന്ന് പറഞ്ഞിട്ട് കയറി പോവാണ് കേട്ടോ. പിന്നെ അകത്ത് ചെന്ന് കഴിയുമ്പോഴത്തേക്കും ശിവദാസൻ മോളെ നിഷയെ കാണുമ്പോൾ പറയും, ചേച്ചി വന്നിട്ടുണ്ട്, ഞാൻ വിളിച്ചിട്ടൊന്നുമല്ല വന്ന സ്ഥിതിക്ക് എന്തായാലും കല്യാണം കണ്ടിട്ട് പോട്ടെ എന്ന് പറയുവാണ് കേട്ടോ. ഇത് കേൾക്കുന്ന വിലാസിനിക്ക് നല്ല ദേഷ്യം വരുവാണ്. വിലാസിന് പറയാം, അവളൊന്ന് അറിയാത്തവരെയും കൂടെ അറിയിച്ച് നാണം കെടുത്താൻ വേണ്ടി വന്നേക്കുന്നതെന്ന് പറയും കേട്ടോ. നിഷയും പറയുവാണ്, എങ്ങനെയും ചേച്ചിനെ പറഞ്ഞു വിടണം, അല്ലെങ്കിൽ ഞാൻ എന്തായാലും കല്യാണത്തിന് തയ്യാറാവുകയില്ല എന്ന് ദേഷ്യപ്പെട്ട്